തീരത്ത് ഒരുങ്ങി വന്നെത്തുന്നു ശരക്കാല ശശിലേഖ പോലെ മനസ്സിൻ്റെ ഉമ്മറ വാതിൽ കലന്തിൽ ഒരു വട്ടം കൂടി നിന്നിടും എൻ്റെ പ്രിയ സഖിനിക്കായി ഒരുങ്ങി നിന്നു ഒരു നിലാതീരത്ത് ഒരുങ്ങി വന്നെത്തുന്നു. ഹായ് ഹലോ എവരി വൺ. അവർ ടി വിയുടെ ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റാഫി പാവറട്ടിയാണ്. ഹായ് സാർ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇക്ക ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഒരു സിനിമാ നടനാണ്, നല്ലൊരു ഗായകനാണ്, കൂടാതെ ഒരു ഹാർമോണിയം പ്ലെയർ കൂടിയാണ്. ഇക്ക എത്ര നാളായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഈ ഫീൽഡിലെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ മിമിക്രി ആയിട്ടാണ് ഫീൽഡിൽ വന്നത് ആദ്യം. പിന്നെ മിമിക്രിയോടുകൂടി പിന്നെ ഫാസ്റ്റ് റിതം സോങ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അടിപൊളി സോങ്സ് എന്നൊക്കെ പറയും. തമിഴ് അതുപോലെ തന്നെ ഹിന്ദി അടിപൊളി സോങ്സ് ഒക്കെയാണ് പാടിയിരുന്നത്. പിന്നീട് എനിക്കിഷ്ടം തോന്നിയുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, മുഹമ്മദ് അലി, ഫ്ലൂട്ടിസ്റ്റാണ് പുള്ളി, അബുദാബിയിലുള്ള. പുള്ളി എനിക്കൊരു ഹാർമോണിയം തരുണ്ടായി. പുള്ളി റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഹാർമോണിയം വേണമെങ്കിൽ ഉപയോഗിക്കാൻ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഹാർമോണിയം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ ഹാർമോണിയം പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ തന്നെ സ്വയം പഠിച്ചതാണ്. അപ്പോൾ പുള്ളി എനിക്ക് അന്ന് ഹാർമോണിയം തന്നു. അത് കിട്ടിയത് മുതലാണ് സത്യത്തിൽ ഈ ഹാർമോണിയം വെച്ചിട്ട് ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയത്. പ്രവാസ ലോകത്തേക്ക് വന്നിട്ട് എത്ര നാളായി? പ്രവാസ ലോകത്തേക്ക് വന്നിട്ട് ഞാൻ 1989 90 വന്നിട്ടുള്ളതാണ്. ഒരു 30-33 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതെ അതെ. ഇപ്പോൾ മിമിക്രി സ്റ്റേജ് പെർഫോം ആയിട്ട് മിമിക്രി നാട്ടിൽ തന്നെ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് കലയോടാണ് ആദ്യം ഒരു ഞാനൊരു കലാകാരനാണ്, ഇന്നതാണ് എൻ്റെ ഇതെന്നുള്ളത് വന്നത് ഏത്? അത് സത്യത്തിൽ ഞാൻ ഈ മിമിക്രി എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എൻ്റെ ചേട്ടന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഓഡിയോ കാസറ്റ് കൊണ്ടുവരായിരുന്നു. അതായത് കോഴിക്കോട് രാജൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, മഹാനായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്. പുള്ളിയുടെ മിമിക്രിയാണ്. അതൊന്നും വീഡിയോ ഒന്നുമില്ല, ഓഡിയോ കാസറ്റ്സ്. ആ ഓഡിയോ കാസറ്റ് കേട്ടിട്ടാണ് എനിക്ക് മിമിക്രിയോട് ഇഷ്ടം തോന്നിയത്. അങ്ങനെ മിമിക്രി ഞാൻ ആദ്യമായിട്ട് മിമിക്രി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അന്നും പാട്ട് പാടുമായിരുന്നു, സ്കൂളിലൊക്കെ പാട്ട് പാടുമായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ താല്പര്യം അന്ന് മിമിക്രി ആയിരുന്നു. ജനങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചു കാണുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഗായകനും കൂടിയാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം സ്റ്റേജിൽ പെർഫോം ചെയ്തത് മിമിക്രി ആണോ, പാട്ടാണോ, അഭിനയമാണോ? ആദ്യം മിമിക്രി അല്ല, വേദിയിൽ. കാര്യം ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ സാറ് നിർബന്ധിച്ചിട്ട്. കാര്യം എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അഷ്റഫ് പോവിൽ. അപ്പോൾ പുള്ളി നല്ല പാട്ടുകാരനായിരുന്നു. അപ്പോൾ പുള്ളിനെ കൊണ്ടും എന്നെ കൊണ്ടും പാട്ട് പാടിക്കുമായിരുന്നു. അങ്ങനെ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്, ക്ലാസ്സിലാണ്. പിന്നെ 5ാം ക്ലാസ് മുതലാണ് പിന്നെ വേദികളിലൊക്കെ കയറി തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ അന്ന് ശരിക്കും പാട്ടാണ് പാടിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് മുതലൊക്കെയാണ് മിമിക്രി ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. കോളേജ് ആ സമയത്തൊക്കെ മിമിക്രിയും പാട്ടും രണ്ടും ഒരുമിച്ചുണ്ടായിരുന്നു. അതെ അതെ. ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റേജ് ഷോ ഇഷ്ടംപോലെ. പിന്നെ മൊത്തം UAE ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ GCC സൗദി അറേബ്യ ഒഴിച്ച് എല്ലാ കൺട്രീസിലും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കേട്ടൊരു പാട്ടായാലോ? ആയിക്കോട്ടെ, നമുക്കൊന്ന് ശ്രമിക്കാം. ചാറ്റൽ മഴ വീണു വേർപ്പ് പൊടിയുന്നോരീ നല്ല മണ്ണിൻ സുഗന്ധമിന്നു. ചാറ്റൽ മഴ വീണു വേർപ്പ് പൊടിയുന്നോരീ നല്ല മണ്ണിൻ സുഗന്ധമിന്നു. രാവിൽ നിലാമുല്ലപ്പോലൻ തൊഴിൽ മാവുപൂക്കും മദഗന്ധമെന്നോ, മാവുപൂക്കും മദഗന്ധമെന്നോ. മുടിയിലെ എള്ളെണ്ണ കുളിർമണമോ, ചൊടിയിലെ നീലക്കരിമണമോ, ഞാനറിയാതെ കരൾ കവർന്നു. പ്രാണനും പ്രാണനാം പെൺകിടാവേ, എൻ്റെ പ്രാണ
പ്രാണനും പ്രാണനാം പെൺകിടാവേ നിന്നെ തിരയുമെൻ ദൂതനം കാറ്റിനോടെന്തേ നിൻ ഗന്ധമെന്നോതിടേണ്ടു എന്തേ നിൻ ഗന്ധമെന്നോതിടേണ്ടു ഞാനറിയാതെ കരൽ കവർന്നു പ്രാണനും പ്രാണനാം പെൺകിടാവേ എൻ്റെ പ്രാണനും പ്രാണനാം പെൺകിടാവേ ബൈകട പാട്ട നന്നായിരുന്നു. ഇക്ക ഇവിടെ ഒരു പെർഫോമർ എന്ന് തന്നെ അപ്പുറം ഇവിടെ ഇക്ക എന്താ പ്രവാസി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞാനൊരു കമ്പനിയിൽ പിന്നെ സെയിൽസിൽ ജോലിയാണ്, സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. താമസമൊക്കെ? താമസം ഷാർജയിലാണ്. ഭാര്യയും ഒരു കുട്ടിയുണ്ട്. ഭാര്യ ഷീജ അഡ്വക്കേറ്റാണ്. പിന്നെ മകൻ ഇപ്പോൾ ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, അഫ്രസ് മുഹമ്മദ്. അവനിപ്പോൾ ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, ഇന്റേൺഷിപ്പ്. ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ഞാൻ വരാൻ പോകുന്ന സ്റ്റേജ് ഷോകൾ റീസെൻ്റ്ലി അപ്പോൾ ഇന്നും ഷോ ഉണ്ട്. ഇന്നലെ അല്ല, ശനിയാഴ്ച ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാനൊക്കെ ഉണ്ടായിരുന്നു. ഷോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഇത് തന്നെയാണ്, പാട്ടാണ്. മിമിക്രി ഒക്കെ ഏകദേശമൊക്കെ വിട്ട പോലെയാണ്. മിമിക്രി ഇല്ല, മിമിക്രി ചെയ്യുന്നതിനേക്കാളും എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇക്കടെ ഒരു മിമിക്രി എന്തായാലും ഞങ്ങൾക്ക് വേണം. മിമിക്രി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ടച്ചൊക്കെ വിട്ടു വന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. അതായത് ഞാനിവിടെ തുടക്കത്തിൽ ഫിലിപ്പിനോ ലേഡീസിൻ്റെ മിമിക്രിയൊക്കെ ഞാൻ വേദിയിൽ ചെയ്തിരുന്നു. കുറേ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്ന അവസരങ്ങളിലൊക്കെ ഫിലിപ്പിനോസിൻ്റെ സംസാര ശൈലിയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നുമായിരുന്നു. അപ്പോൾ ഞാൻ അവരൊക്കെ നിരീക്ഷിച്ചിട്ട് ജസ്റ്റ് സ്റ്റേജിൽ, അബുദാബി സ്റ്റേജിലാണ് ആദ്യം ചെയ്തത്. എനിക്ക് തോന്നുന്നു 10-30 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പായിരിക്കും എനിക്ക് തോന്നുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു ഓഫീസ് ബോയ് സെക്രട്ടറീനെ ശല്യം ചെയ്തിട്ട് അറബിയോട് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സാധനമാണ് അന്ന് ചെയ്തത്. പിന്നെ അതിൻ്റെ പല വേർഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫിലിപ്പിനോനെ പല രീതിയിൽ, പല ഒക്കേഷനിൽ. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാൻ വേദിയിൽ ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഫിലിപ്പിനോ ലേഡി അർബാബിനോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, Hello Arbab, good morning. You know our office boy, he's always making problem for me. So had muskira. You know he's kamista ka mabuti at lapit la talo chuchu kamadik chala pamarin. Sorry, you don't know Tagalog, no problem. I'll speak in English. Arbab, you know our office boy, he's always doing like this. So had muskira. അതാണ് ചെയ്തത് ഫസ്റ്റിൽ. പിന്നെ അങ്ങനെ കുറേ സിനിമ നടന്മാരും കാര്യങ്ങളും, പിന്നെ ഇവിടെ റേഡിയോ സംബന്ധമായിട്ടുള്ള, അതായത് ഇവിടെ ഈ പട്ടാണികൾ, അങ്ങനെ നമ്മുടെ ഇവിടെ കാണുന്ന കുറേ ആൾക്കാരുടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്. അതുപോലെ ഒരു സിനിമ ആർട്ടിസ്റ്റ് കൂടിയാണെന്ന് പറഞ്ഞു. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. മമ്മൂക്കയുടെ കൂടെ 2 സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ കോമ്പിനേഷൻ, അതായത് മുന്നറിയിപ്പ്, മംഗ്ലീഷ്, ചെറിയ വേഷമാണ്. അതിൽ ഒക്കെ എൻ്റെ ശബ്ദമൊക്കെ ഞാൻ തന്നെ കൊടുത്തുള്ളത്. ഡബിങ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ വോയിസിനല്ലാതെ വേറെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രമല്ല ഞാൻ വോയിസ് കൊടുത്തുള്ളത്. അത് ഒരുപാട് പേർക്ക്, പിന്നെ 4-5 പേർക്ക് ഒരേ സിനിമയിൽ തന്നെ ഡിഫറെൻറ്റ്. അതിൽ മോളി ആൻറ്റി റോക്സ്, പിന്നെ ഈ മംഗ്ലീഷ്, അതുപോലെ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു, പിന്നെ മുകേഷ് ദുൽഖറിൻ്റെ ജോമോൻ്റെ സുവിശേഷങ്ങൾ, അതുപോലെ അക്കു അക്ബറിൻ്റെ 2 സിനിമ, അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഡബിങ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ചെയ്യുന്നില്ല. നാട്ടിലുള്ള സമയത്ത് കുറച്ച് സമയം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്ത അതൊക്കെ അതെ. ഇപ്പോൾ മെയിനായിട്ട് പാട്ട് തന്നെയാണ്. ഇപ്പോൾ കൂടുതലും പാട്ടാണ് ചെയ്യുന്നത്. ഈ പാട്ടുകളിൽ ഗസലിനോട് എങ്ങനെയാണ് താല്പര്യം? ഗസൽ താല്പര്യമായത് ശരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം കേൾക്കുന്ന ഗസൽ സിനിമാ പാട്ടുകൾ ഓഫ് കോഴ്സ്, പക്ഷേ ആ ഒരു സിനിമാ പാട്ടുകൾ കൂടാതെ പിന്നെ ഒരു ഗസൽ എന്നുള്ളൊരു രീതിയിൽ എനിക്ക് കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഗായകനുണ്ടായിരുന്നു. പുള്ളി പിന്നെ ആകാശവാണി എ ഗ്രേഡ് സിംഗറായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ ഉള്ള സമയത്ത് എൻ്റെ ചേട്ടന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോ കാസറ്റ്സൊക്കെ കൊണ്ടുവരുമായിരുന്നു നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ, അതുപോലെ ലൈല റസാഖ്, ഇവരൊക്കെ പാടിയിട്ടുള്ള ഒരുപാട് കാസറ്റ്. അപ്പോൾ അതിൽ പുള്ളിയുടെ ആ ശബ്ദ ഗാംഭീര്യമാണ് ശരിക്കും എന്നെ ആകർഷിച്ചത്. അപ്പോൾ
അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് കേട്ട അല്ലെങ്കിൽ ആദ്യമായി ശ്രദ്ധിച്ച ഗസൽ കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർക്കടിയാണ്. പുള്ളിയുടെ ഗസലാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത് എന്ന് വേണേൽ പറയാം. അപ്പോൾ അതിൽ അതിൻ്റെ ഒരു 2 വരി പാടാം. പരിഭവക്കുളിരുമായി അരങ്ങെത്തി പനന്തത്ത പറഞ്ഞെന്നോടൊരു 100 കഥകളന്ന്. പരിഭവക്കുളിരുമായി അരങ്ങെത്തി പനന്തത്ത പറഞ്ഞെന്നോടൊരു 100 കഥകളന്ന്. പലവട്ടം പറഞ്ഞതാണതെന്നാലും എനിക്കെന്റെ പരിഭവക്കിളിയുടെ സ്വരമാണല്ലോ. പലവട്ടം പറഞ്ഞതാണതെന്നാലും എനിക്കെന്റെ പരിഭവക്കിളിയുടെ സ്വരമാണല്ലോ. പരിഭവക്കിളിയുടെ സ്വരമാണല്ലോ. പരിഭവക്കുളിരുമായി പറന്നെത്തി മനന്തത്ത പറഞ്ഞെന്നോട് 100 കഥകളന്ന്. ഈ പാട്ടാണ് സത്യത്തിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ച പാട്ട്, കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ. അങ്ങനെയാണ് എനിക്ക് ഗസലിനോട് ഇഷ്ടം തോന്നിയത്. ഇപ്പം നമ്മളൊരു 2K കാലഘട്ടമാണല്ലോ. ഇപ്പോൾ ഒരുപാട് റാപ്പ് സോങ്സ് അങ്ങനെയുള്ള സോങ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷന് കേൾക്കാനും അതാണ് ഇഷ്ടം. ഇപ്പോൾ കൂടുതൽ സ്റ്റേജും പ്രോഗ്രാമും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പഴയ ഗസൽ, പഴയ ഗാനങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ടെന്ന്. അല്ല, അതിനൊരു തിരുത്തുണ്ട്. അതായത് പുതിയ തലമുറയിലുള്ള പിള്ളേർ വരെ, ഇപ്പം എൻ്റെ മകൻ അവനിപ്പോൾ 22 വയസ്സായി. അപ്പോൾ അവൻ ചെറുപ്പം മുതൽ തന്നെ അവൻ ഇപ്പോഴത്തെ നല്ല പാട്ടുകാരനാണ്. ഈ അർജിത് സിംഗിൻ്റെ ഒക്കെ പാട്ടൊക്കെ പാടുന്നതിൻ്റെ കൂടെ തന്നെ അവന് ഗസൽസ് ഇഷ്ടമാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവനൊക്കെ ഗസലിരുന്ന് മൂളുന്നതാണ്. അവനും ഹാർമോണിയൊക്കെ വായിച്ച് പാടുന്ന കാണാം. പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടൊന്നുമില്ല. അവൻ ഗിറ്റാർ വായിക്കും, കീബോർഡൊക്കെ വായിക്കും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഗസലിൻ്റെ ആസ്വാദകർ കൂടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, കുറഞ്ഞിട്ടല്ല. കാര്യം ഇതിനു മുൻപ് ഗസലിൻ്റെ ആസ്വാദകർ കുറവായിരുന്നു ഞാൻ നോക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഗസൽ മാത്രമായിട്ടുള്ള ഷോസ് ഇഷ്ടം പോലെയാണ്. ആദ്യമൊക്കെ നമ്മൾ സാധാരണ ഒരു സ്റ്റേജ് ഷോയിൽ അതിൽ മിമിക്രി ഗാനമേളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ 1-2 ഗസൽസ് മാത്രം അവതരിപ്പിക്കുന്ന ഒരു അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വെറും ഗസൽ മാത്രം പറഞ്ഞിട്ട് പ്രോഗ്രാംസ് ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് ഗസലിൻ്റെ ഒരു പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ശുദ്ധ സംഗീതം തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസ് പല വിഭാഗം ഉണ്ട്. അവർക്കിപ്പോൾ ഫാസ്റ്റ് നമ്പർ ഇഷ്ടമായിരിക്കും, ചിലർക്ക് മെലഡി ഇഷ്ടമായിരിക്കും. ആ ഓഡിയൻസിനെ കയ്യിലെടുക്കാനായിട്ടും കൂടുതലായിട്ട് എന്താണ് അതായത് ഓഡിയൻസിനെ കയ്യിലെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് പാട്ടുകൾ അതല്ലെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാംസാണുള്ളത്. ഇപ്പോൾ ഗസൽ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൽ ഒരിക്കലും അവർ ഫാസ്റ്റ് നമ്പേഴ്സോ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. പക്ഷേ അതിൽ ഓഫ് കോഴ്സ് നമുക്ക് ഫർമായിഷ്, അതായത് ആവശ്യപ്പെടുന്നത് വെറും ഗസൽസ് തന്നെയായിരിക്കും. ഒരു പക്ഷേ പങ്കജ് ജഗ്ജീത് സിംഗിൻ്റെയോ അല്ലെങ്കിൽ മുംബൈയിലെയോ മെഹദി ഹസൻ്റെയോ ഗുലാം സാബിൻ്റെയോ ഒക്കെ ഗസൽസാണ് ജനങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും പിന്നെ ഒരു ഗസൽ പ്രോഗ്രാമിൽ വന്നിട്ട് ഒരാൾ ഫാസ്റ്റ് സോങ്ങോ അല്ലെങ്കിൽ പുതിയ സോങ്ങോ ചോദിക്കാറില്ല. ഇതുവരെ അങ്ങനെ അനുഭവമില്ല. ഇല്ല. കാര്യം ഗസൽ അത്രയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ആസ്വാദകർ ഒരുപാട് കൂടി ഗസലിന്. അത് നമുക്ക് അനുഭവമാണ് ശരിക്കും. ഇവിടെ ഒരുപാട് ഗസൽ ഷോകൾ നടക്കുന്നുണ്ടല്ലേ? ഇഷ്ടം പോലെ. മറ്റേ ഇയാൾ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഒരുപാട് നടക്കുന്നുണ്ട്. ഗസൽസാണ് ഇപ്പോൾ കൂടുതലും. കാര്യം ഈ ആദ്യമൊക്കെ ബർത്ത്ഡേസ് ഒക്കെ ഉണ്ടായിരുന്നില്ല. ഈ ബർത്ത്ഡേ പ്രോഗ്രാംസിൽ വരെ ഇപ്പോൾ ഗസൽസ് ഒക്കെ വെക്കുന്നുണ്ട്. മറ്റേ ബഹളം ഉള്ള പ്രോഗ്രാംസ്, ഐ മീൻ ഈ അടിപൊളി പാട്ടുകൾ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഇല്ല എന്നല്ല പറയണത്, അല്ലാതെ പുതിയ പാട്ടുകൾ നല്ലതല്ല. ഞാൻ പാടാറുണ്ട് പുതിയ പാട്ടുകൾ ഓഫ്കോഴ്സ്. പക്ഷേ ആൾക്കാർക്ക് ആ ഒരു ബഹളമില്ലാത്ത ശുദ്ധ സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. കൂടി വന്നു അപ്പോൾ അത് ധാരാളം ആൾക്കാർ.
ഈ മിമിക്രി ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഏതെങ്കിലും സൗണ്ടുകൾ ചെയ്യാറുണ്ട്? ആർട്ടിസ്റ്റുകളുടെ ശബ്ദം ചെയ്യാറുണ്ടായിരുന്നു. കാര്യം ആർട്ടിസ്റ്റുകളുടെ ശബ്ദം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അത് തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം. കാര്യം ഇങ്ങനെ ചെയ്തിട്ട് അതല്ലെങ്കിൽ തൊണ്ടയിൽ നിന്ന് പ്രാക്ടീസ് എപ്പോഴും. അപ്പോൾ ഞാനൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്തിസലാത്ത്, ഇവിടുത്തെ എത്തിസലാത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അൽഹാത്ത് ഫിൽമ് തഹരക്കല്ലതി തലപ്ത മുഗലക് ഇർജുൽ തസാൽ ഫീമാ ബാദ് ശുക്രൻ. ഇത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് എത്തിസലാത്ത് ചെയ്യിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലാലു അലക്സിനെ കൊണ്ടൊക്കെ അന്ന് ചെയ്യിപ്പിച്ചപ്പോൾ അൽഹാത്ത് ഫിൽമ് തഹരക്കല്ലതി തലപ്ത മുഗലക് ഇർജുൽ തസാൽ ഫീമാ ബാദ് ശുക്രൻ. ഈ ചിരി എത്തിസലാത്തിന് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ മധു സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അൽഹാത്ത് ഫിൽമ് തഹരക്കല്ലതി തലപ്ത മുഗലക് ഇർജുൽ ഇത്തിസാൽ ഫീമാ ബാദ് ശുക്രൻ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നേടാ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റേജിൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നരേന്ദ്രപ്രസാദ്, തനിക്കെന്താടോ ഇനി മനസ്സിലായില്ലേ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് മിമിക്സ് ചെയ്യാറില്ല, സത്യത്തിൽ തീരെ ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് ഇല്ലാത്തൊരു പ്രശ്നം കൂടിയുണ്ട്. ഇനി ഒരു ഫിലിം സോങ് പാടിയാലോ? ഫിലിം സോങ് ഇപ്പോൾ ഏതാ? കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാക്കിളി എന്നോടിത്ര പരിഭവം തോന്നുവാനെന്തു പറഞ്ഞു കണ്ണുനീർമുത്തുമായി കാണാനെത്തി കതിരു കാണാക്കിളി. ആ പാട്ട് മുഴുവൻ എനിക്ക് അറിയില്ല. പുതിയ പാട്ടുകൾ ഏതെങ്കിലും പാടാറുണ്ട്? പുതിയ പാട്ടുകൾ സത്യത്തിൽ പാടാറില്ല. പുതിയ പാട്ടുകളൊക്കെ എൻ്റെ മകനൊക്കെ പാടുന്നത് കേൾക്കാറുണ്ട്. പുതിയ പാട്ടുകൾ ട്രൈ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യത്തിൽ. കാര്യം എന്നാലും ഇപ്പോൾ നമ്മൾ ഈ ഗസൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. പുതിയ പാട്ടുകൾ പഠിക്കാറില്ല. പക്ഷേ എനിക്ക് പുതിയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. അസല് നല്ല ഇഷ്ടം പോലെ നല്ല പാട്ടുകാരുണ്ട്. അതുപോലെ തന്നെ മ്യൂസീഷ്യൻസ് ഉണ്ട്. പുതിയ ട്രെൻഡേ മാറി പുതിയ പാട്ടുകാർ, നല്ല പാട്ടുകാരും നല്ല പാട്ടുമാണ്. തീർച്ചയായിട്ടും ഞാൻ ആസ്വദിക്കാറുണ്ട്, നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. പാടാറില്ല അല്ലേ? പാടാറില്ല നോക്കാം. അപ്പോൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പുതിയ പാട്ടുകൾ ആവശ്യപ്പെടില്ലേ? പുതിയ പാട്ടുകൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഷോന് പോവാണ്. ഇപ്പോൾ ഗസൽ ഷോ എന്നുള്ള ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അവർ അടിപൊളി പാട്ടുകളൊന്നും ആവശ്യപ്പെടാറില്ല. കാര്യം ജനങ്ങൾക്കൊക്കെ അത്രയും ബോധമുണ്ട് ശരിക്കും, ഓഡിയൻസിന് പഴയ പോലെയല്ല, അവർ ചോദിക്കാറില്ല. അത് ഇപ്പം ഇവിടെ ആർജെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തിൽ? ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ റാസൽ ഖൈമ റേഡിയോ എന്ന് പറഞ്ഞൊരു റേഡിയോ ഉണ്ടായിരുന്നു ഇവിടെ. ആദ്യമായിട്ട് UAE വന്നിട്ടുള്ള മലയാളം ചാനൽ, റേഡിയോ ചാനൽ അതായിരുന്നു. അതിൽ റാസൽ ഖൈമ റേഡിയോയിൽ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് KPK വെങ്ങരയായിരുന്നു ശരിക്കും അതിൻ്റെ ഡയറക്ടർ, പ്രോഗ്രാം ഡയറക്ടർ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റ് റേഡിയോയിൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ കൈവെക്കാത്ത മേഖലയൊന്നും ഇല്ല, എന്തും ചെയ്യും, എന്തും ചെയ്യും. ഭയങ്കര കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ നമ്മളോട് പറയുന്ന സജഷൻസ് അല്ലെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക, അതിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മളോട് അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അവരോട് ദേഷ്യം പിടിക്കാതിരിക്കുക. അത് നമ്മൾ കൃത്യമായിട്ടും ഉൾക്കൊള്ളുക. എന്നിട്ട് എങ്ങനെ തിരുത്താൻ പറ്റുക തിരുത്തുക. ഇനി നമ്മളെ കൊണ്ട് പറ്റാത്ത സംഭവമാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് എനിക്കത് പറ്റത്തില്ല എന്ന് കരുതി അല്ലെങ്കിൽ പറ്റാത്ത എന്തെങ്കിലും സംഭവം? പിന്നെ പാട്ടുകൾ തന്നെ ഇഷ്ടംപോലെ പാട്ടുകളൊന്നും എന്നെ കൊണ്ട് പാടിയാൽ കൂടൂല. അതൊന്നും കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് പാടാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും എനിക്കൊരു പരിമിതിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് പാടാന്നുള്ളതാണ്. അല്ലാതെ ഒരു പാട്ട് കേട്ടിട്ട് ഇതുപോലെ പാടാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹമൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റാത്തതൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. തീർച്ചയായും അതൊരു സത്യമാണ്. കാര്യം വേറൊരു പാട്ടുകാരൻ അയാളുടെ റേഞ്ച് വളരെ കൂടിയ റേഞ്ചായിരിക്കാം, അതുപോലെ നമുക്ക് പാടാൻ പറ്റില്ല. പക്ഷേ അവരുടെ പാട്ടുകൾ ഒരു പക്ഷേ ആ പാട്ടുകൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ പാടാറുണ്ട്. പക്ഷേ ജനങ്ങൾ അതിന് കുറ്റമൊന്നും പറയാറില്ല. നമ്മുടേതായിട്ടുള്ളൊരു പാട്ടായി മാറുന്നു മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ. റാഫിക്ക് ഏതെങ്കിലും ഇതൊന്ന് എനിക്ക് ചെയ്യണമായിരുന്നു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും പാട്ടുകൾ, ഈ പാട്ട് എനിക്കത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ അല്ല അങ്ങനെ ഇപ്പം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഗുലാം അലി സാബിൻ്റെ
ഒരു പാട്ട് അത് ഇപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചൊക്കെ പാടാൻ തുടങ്ങി. അതായത് ഒരുപാട് പാട്ടുണ്ട്. അതിൽ പുള്ളിയുടെ പാടാൻ ആഗ്രഹമില്ലാത്തൊരു പാട്ടും ഉണ്ടാവില്ല. പക്ഷെ पागल दिल मेरा क्यों बुझ गया आवाज़गी इस दश्त में एक शहर था इस दश्त में एक शहर था वो क्या हुआ आवाज़गी ये दिल पागल दिल मेरा ये दर्द की तन्हाइयाँ ये दर्द की ये दिल ये पागल दिल मेरा क्यों बुझ गया आवाज़गी इस दश्त में एक शहर था इस दश्त में एक शहर था वो क्या हुआ आवाज़गी पागल दिल मेरा ആ പാട്ട് സ്റ്റേജിൽ ഇപ്പോൾ ഒരു പ്രവാസിയായിട്ട് ഇവിടേക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു കലാകാരനാണ്, നമുക്കൊരു സ്റ്റേജ് കിട്ടണം, നമുക്കൊരു പ്രോഗ്രാം കിട്ടണം, നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടണം, അതിന് വേണ്ടിയൊരു ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. നമുക്ക് വന്ന ഉടനെ ഇപ്പോൾ ഒന്നും ഈസി ആയിട്ട് നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ അതിലേക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നിടം വരെ ഒന്ന് ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ലേ? സംഭവിച്ചാൽ ഇപ്പോൾ ഞാൻ വന്ന അവസരം മുതൽ തന്നെ എനിക്ക് നല്ല സ്റ്റേജുകൾ കിട്ടാൻ തുടങ്ങി. കാര്യം ഫസ്റ്റിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അബുദാബി കേരള സോഷ്യൽ സെൻ്ററാണ്. ഈ കേരള സോഷ്യൽ സെൻറ്റർ വഴിയാണ് ഞാനിവിടെ ഈ സ്റ്റേജിൽ വേദിയിലെത്തിയത്. പിന്നെ അങ്ങനെ അക്കിൻസ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, അബുദാബി അക്കിൻസ് ഓർക്കസ്ട്ര. അവരന്ന് ഭയങ്കര ബിസി ഉള്ള സമയം, എല്ലാ ആഴ്ചകളിലും പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ അവരുടെ ഒരു സ്ഥിരം ആർട്ടിസ്റ്റായി ഞാൻ അന്നൊക്കെ ഫാസ്റ്റ് റീതുള്ള സോങ്സും അതുപോലെ മിമിക്രി മെയിനായിട്ട് അവരുടെ കൂടെ. അതിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് റസാക്ക്, പുള്ളിയാണ് അതിൻ്റെ ക്യാപ്റ്റനായിരുന്നത്. അപ്പോൾ അന്ന് അക്കിൻസ് ഓർക്കസ്ട്രയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വേദികൾ തന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ നമുക്ക് വേദികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസിന് മാത്രമേ നമ്മൾ പോവുള്ളൂ. അതൊന്നും ഉണ്ടായിട്ടല്ല, നമുക്ക് തോന്നുകയാണ് ഇനിയിപ്പോൾ അബുദാബിയിലേക്കൊക്കെ പോകണ്ടേ, ഇപ്പോൾ ഷാർജയിൽ താമസിക്കും. തീർച്ചയായിട്ടും നല്ല സ്റ്റേജ് നല്ല വേദി കിട്ടിയാൽ ഞാൻ പോവും, അതല്ലാതെ പോവില്ല എന്നല്ല പറഞ്ഞാൽ. അപ്പോൾ കുറച്ചൊരു ഉൾവലി ഉണ്ട് ശരിക്കും, ഒരു മടി എന്നൊക്കെ പറയില്ലേ. പക്ഷെ എന്നാലും വീട്ടിലൊക്കെ ഇരുന്ന് പാടും. ടിക്ടോക്കില് ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളോട് പാട്ട് ചോദിക്കാറുണ്ട്. ഇത് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യുന്നു? സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് റിക്വസ്റ്റ് വരും നമുക്ക്, മെസ്സഞ്ചറിലും ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പാട്ട് അത് പാടിയിട്ട് ഇടും. അങ്ങനെയാണ്. അപ്പോൾ അത് ഇതുവരെ നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിലും തീർച്ചയായിട്ടും ചില ആൾക്കാർ പറയും നീ ആ പാട്ടിനെ കൊന്നു, ഒന്നുകൂടെ പിന്നെ അത് ശരിയാവാണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഞാനത് ഉൾക്കൊള്ളും. അത് ഉൾക്കൊണ്ടിട്ട് ഞാൻ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചു പോകും. എത്ര പോസിറ്റീവായി ചെയ്താലും ചില ആൾക്കാരുണ്ട് നമ്മളിത് നെഗറ്റീവ് പറയാം. ഒരിക്കലും അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന രീതിയിലോ നമ്മൾ എടുക്കാൻ പാടില്ല. കാര്യം എനിക്ക് എൻ്റെ പരിമിതികളൊക്കെ അറിയാം. അപ്പോൾ അയാൾ പറയുന്ന ആ രീതിയിൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ ശരിയാണ് പുള്ളി പറഞ്ഞത് ശരി, അതൊന്നും കൂടെ ശരിയാക്കാണ്ട് ആ രീതിയിലെടുത്ത് നമുക്ക് അത് ശരിയാക്കാം. നമുക്കത് കുറച്ചും കൂടെ നന്നാക്കി പെർഫോം ചെയ്യാം. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ എടുക്കേണ്ടത്. അതായത് ഒരാളും മനഃപൂർവ്വം നമ്മളെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ പറയുന്ന ആൾക്കാർ വളരെ വളരെ ചുരുക്കമാണ്. ചില ആൾക്കാർ മാത്രമാണ് എത്ര നന്നായിട്ട് ചെയ്താലും അത് ശരിയായില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഇത്രയും ഇപ്പോൾ ചില സിനിമയുടെ റിവ്യൂ ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാര്യം ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളുടെ സിനിമ വരുമ്പോൾ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെ ആയില്ല, ഇങ്ങനെ ആയില്ല, അവർ അഭിനയം ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ കാര്യം അതൊക്കെ അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് നാഷണൽ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ. അവരെ കുറിച്ചിട്ട് തന്നെ വളരെ നെഗറ്റീവായിട്ട് അവരെ അഭിനയം ശരിയല്ല എന്ന്
ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റിംഗ് ശരിയല്ല അല്ലെങ്കിൽ ഡയറക്ഷൻ ശരിയല്ല അതൊക്കെ പറയുമ്പോൾ നമുക്കത് ഓക്കെ. പക്ഷെ അവർ അഭിനയം തീരെ ശരിയല്ല, ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കുന്നൊക്കെ പറയുന്നത് ആയിരിക്കാം. എന്നാലും അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സംഗതി അല്ല. തീർച്ചയായിട്ടും അതെല്ലാ മേഖലയിലും ഉണ്ട്, എല്ലാവർക്കും അത് പറയാനുള്ള അവകാശമുണ്ട്. അതെ, അതിപ്പോൾ ഏറ്റവും റീസെൻ്റ് ഹിറ്റ് മൂവി ഏറ്റവും ഇപ്പോൾ തുടരും, അതിന് പോലും ലാലേട്ടനെ കുറ്റം പറയുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മൾ ചില കമൻസുകളുണ്ട്. അത് ശരിക്കും അല്ല, ലാലേട്ടനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം ലാലേട്ടൻ തെളിയിച്ചാൽ പിന്നെ അത് ആ രീതിയിൽ വിടുക എന്ന് മാത്രമേ. സിനിമ ഒരു പക്ഷെ മോശമായിരിക്കാം, അത് ലാലേട്ടൻ്റെ പ്രശ്നം അല്ലെങ്കിൽ മമ്മൂക്കയുടെ പ്രശ്നമല്ല. അവർ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊന്നുമില്ല സ്ക്രിപ്റ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ ആ കഥയുടെ പ്രശ്നമായിരിക്കും, അതല്ലെങ്കിൽ ഡയറക്ഷൻ്റെ പ്രശ്നമായിരിക്കും. അതെ, ആ കൃത്യമായിട്ടും ആ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ, കൽപ്പിച്ചുറമ്പേനിക്കേകിയ മലർമുറ്റേ കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങു, കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങു, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. അപ്പോൾ ഇതുവരെ നമ്മുടെ അവർ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി നല്ല പാട്ടുകൾ പാടി അനുഭവങ്ങൾ പങ്കുവെച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഭയങ്കര നന്ദി, ശരിക്കും നന്ദി. അതോടൊപ്പം ഇനി ഇക്കയ്ക്ക് നല്ല അവസരങ്ങൾ, ഇനി നല്ല സ്റ്റേജുകൾ കിട്ടട്ടെ, നല്ല പ്രോഗ്രാം ചെയ്യാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പോൾ അതുപോലെ എനിക്ക് ഇതുപോലെ ഒരു അവസരം തന്ന എന്നെ നിങ്ങൾ ക്ഷണിച്ചു, ഒരു ഇൻ്റർവ്യൂ, ഒരു പരിചയപ്പെടുത്തൽ ചെയ്തതിന് വളരെ സന്തോഷം. അവർ ടി വിക്ക് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. Thank you very much. Thank you so much. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.